Hi friends, welcome to Golden Fork. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ആലുവ അടുപ്പിൽ ഉണ്ടാക്കിയ ഒരു ചിക്കൻ ചുട്ടതാണ്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. പിന്നെ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഉണ്ടാക്കിയിരുന്നു ഒരു ബക്കറ്റ് ചിക്കൻ്റെ. അപ്പോൾ നമുക്കൊന്ന് മാത്രമേ ഉണ്ടാക്കാൻ കഴിഞ്ഞുള്ളൂ. നല്ല മഴയായത് കാരണം നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചില്ല. അപ്പോൾ തോന്നിയ ഐഡിയ ആണ് നമുക്കൊന്ന് ആലുവ അടുപ്പിലൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. ഒന്ന് നോക്കുമ്പോൾ നല്ല സക്സസ് ആയി വന്നു. അതൊന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. ഞാൻ ഒന്നും കൂടി മസാല കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മളിത് കുതിർത്ത് വെച്ച് നമ്മുടെ വറ്റൽ മുളകൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തതാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഈ കുറച്ച് നാരങ്ങ നീര് പിന്നെ ഉപ്പ് ഗരം മസാലപ്പൊടി എന്നിവ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ തൈരും ഉണ്ട് ആവശ്യം, നമുക്ക് തൈരും എടുത്തിട്ടുണ്ട്. ക്ലീൻ ചെയ്ത ചിക്കനിലേക്ക് മുളക്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, പിന്നെ നമ്മുടെ തൈര്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഈ പേസ്റ്റ് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കളറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുളക് പൊടി കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ചിക്കനിലേക്ക് ഇത് നന്നായിട്ട് എല്ലാ വശവും നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കണം. എല്ലാ വശവും പുരട്ടിയതിന് ശേഷം നമുക്ക് ഉൾഭാഗവും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. കാരണം നമുക്ക് ഉള്ളിൽ അല്ലെങ്കിൽ ഉപ്പില്ലാത്തതുപോലെ ഫീൽ ചെയ്യും. അതുകൊണ്ട് ഉൾവശവും നന്നായിട്ട് പിടിപ്പിക്കുക. ഇതൊരു 3 മണിക്കൂർ ഇങ്ങനെ വെക്കുന്നതായിരിക്കും നല്ലത്. എന്നാൽ എല്ലാ ഭാഗത്തും നല്ലോണം മസാല പിടിച്ച് കിട്ടും. ഞാനിതൊരു 25ഓളം ചിരട്ട നന്നായിട്ട് കത്തിച്ചെടുത്തിട്ട് നല്ല കനലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ വേറെയും കനൽ ആവശ്യമുണ്ട് കേട്ടോ, നമ്മുടെ മുകളിൽ വെക്കാൻ. ഞാൻ വാട്ടിയ വാഴയിലയിലേക്ക് ഈ നമ്മുടെ മസാല പുരട്ടിയ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ വാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേഗം അത് മടക്കാനൊക്കെ സാധിക്കും. അതുകൊണ്ടാണ് വാട്ടി കൊടുക്കുന്നത്. അങ്ങനെ ഒരു വാഴയിലയുടെ 2 മുറി ഭാഗമാക്കിയിട്ട് ഇതുപോലെ നമുക്ക് ചുറ്റിയെടുക്കാം. നന്നായിട്ട് കവർ ചെയ്തിട്ട് നമ്മൾ വാഴനാര് കൊണ്ട് തന്നെയാണ് ഇത് കെട്ടി ഇടുന്നതും. ഇനി നമുക്ക് അലുമിനിയം ഫോയിലിൽ ഇതൊന്ന് ചുറ്റിയെടുക്കാം. ഇതുപോലെ കെട്ടിയെടുത്തിട്ട് ഒന്ന് അലുമിനിയം ഫോയിലിൽ വെച്ചിട്ട് ഒന്ന് പൊതിഞ്ഞു കൊടുക്കാം. കാരണം കരിയൊന്നും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മുടെ കനൽ നല്ലവണ്ണമായി വന്നിട്ടുണ്ട് കേട്ടോ, നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിതിങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കാം. ഒരു മരത്തിൻ്റെ കയ്യിൽ കൊണ്ട് അതൊന്നൊന്ന് താഴ്ത്തി കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഇതിൻ്റെ മുകളിലും നന്നായിട്ട് നമുക്ക് നമ്മുടെ കനൽ ഇട്ട് കൊടുക്കണം. നമുക്കിപ്പോൾ ചാർക്കോളൊക്കെ ഉണ്ടെങ്കിൽ ചാർക്കോൾ ഇതുപോലെ ചെയ്താൽ മതിയാവും. നമ്മൾ പെട്ടെന്നുള്ള പ്രിപ്പറേഷൻ ആയതുകൊണ്ട് നമുക്കതൊന്നും അവൈലബിൾ ആയിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കനൽ നമ്മുടെ ചിരട്ട തന്നെ കത്തിച്ചിട്ട് ഇതുപോലെ ചെയ്തു കൊടുത്തത്. ഇതിൻ്റെ മുകൾ ഭാഗം നമുക്ക് ആ മൂടി കൊണ്ട് തന്നെ മൂടാൻ കേട്ടോ. ഇതിൻ്റെ നമ്മുടെ ആലുവ അടുപ്പിൻ്റെ മൂടി കൊണ്ട് അതൊന്ന് മൂടണം. നമ്മൾ വിറക് വെക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, ഹോൾസ്, അതും കൂടി ഒന്ന് അടച്ചു കൊടുക്കണം കേട്ടോ. എന്നാലാണ് അതിൻ്റെ എല്ലാ നല്ല ചൂടും അതിന് കിട്ടുകയുള്ളൂ. ഇതുപോലെ ചെയ്യുക. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതിൻ്റെ കനലൊക്കെ നമുക്ക് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇതിൻ്റെ കനലൊക്കെ ഒന്ന് സാവധാനം മാറ്റി ഇട്ട് കൊടുക്കാം. ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, നല്ല ചൂടുണ്ടാവും. ഞാൻ അരിപ്പ വെച്ചിട്ടാണ് ഇതുപോലെ ഇങ്ങനെ മാറ്റിയെടുക്കുന്നുണ്ട്. നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ നിന്ന് ഇതുപോലത്തെ ഒരു കയ്യിൽ ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്തിട്ട് മേലേന്ന് മേൽഭാഗത്തു നിന്ന് ഇതുപോലെ എടുത്തിട്ട് വെക്കണം കേട്ടോ. കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് തുറന്ന് നോക്കണ്ടേ. സാവധാനം നമുക്ക് തുറന്നു നോക്കാം. നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്ത് നോക്കുന്നത്. അതുകൊണ്ട് നമുക്കും ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട് കേട്ടോ. നല്ലവണ്ണം വെന്തിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നന്നായിട്ട് നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല ചിക്കനായി വന്നിട്ടുണ്ട്. ഞാനിതൊന്ന് വെറുതെ 1 സ്പൂണ് നെയ്യിലൊന്ന് ഷാലോ ഫ്രൈ ചെയ്തപ്പോൾ അതിനേക്കാളും ടേസ്റ്റ് കൂടി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.
അല്ലെങ്കിൽ അങ്ങനെ ചുട്ടിട്ട് തിന്നുന്നവർക്ക് അതുപോലെയും തിന്നാം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക.